ഇപ്പോൾ ചലച്ചിത്ര നിരൂപകനായ മിഥുൻ വിജയകുമാർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മിഥുൻ, ഈ മോഹൻലാൽ എന്ന നടനെ നമ്മൾ കാണുമ്പോൾ ഒക്കെയും ഈ അമ്മയുടെ ഒരു സാന്നിധ്യം കൂടെ നമുക്കറിയാം. കാരണം ഏറ്റവും കൂടുതൽ പല ഇൻ്റർവ്യൂകളിലും മോഹൻലാൽ അമ്മയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അമ്മയും മോഹൻലാലും തമ്മിലുള്ള ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ ഇരുവരും തമ്മിലുണ്ടായിരുന്ന ഒരു ആത്മബന്ധം അത് അത്രത്തോളം വലുതായിരുന്നു നമുക്കറിയാം. ഈ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് പുരസ്കാരം ലഭിച്ചപ്പോൾ പോലും ആ പുരസ്കാരം വാങ്ങി തിരികെ എത്തിയ മോഹൻലാൽ ആദ്യം എത്തിയത് അമ്മയെ കാണാനായിരുന്നു. തീർച്ചയായും ഇത് മലയാളികളെല്ലാം വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. മലയാളികൾ എത്രത്തോളം മോഹൻലാലിനെ സ്നേഹിക്കുന്നു അത്ര തന്നെ അമ്മയും സ്നേഹിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആദ്യത്തെ സിനിമ തിരനോട്ടം മുതൽക്ക് ഇങ്ങോട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ അമ്മയുടെ ഒരു അനുഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കാരണം ആദ്യ സിനിമ തന്നെ ചിത്രീകരിക്കുന്ന അദ്ദേഹത്തിന്റെ തറവാട് വീടിന് മുന്നിൽ വെച്ചിട്ടാണ്. അപ്പൊ അവിടെ ആ അമ്മയുടെ അനുഗ്രഹം ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ കരിയറിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പം അമ്മയും മകനും തമ്മിലുള്ള ബോണ്ട് അത്രയും ഡീപ്പായിരുന്നു. മാത്രമല്ല ഈ കവിയൂർ പൊന്നമ്മയെ പോലുള്ള നടിമാരോട് ആഴമായ ഈ ഒരു മാതൃസ്നേഹം സ്ക്രീനിൽ അവതരിപ്പിക്കാനുള്ള മോഹൻലാലിന്റെ കഴിവ് പലപ്പോഴും യഥാർത്ഥ ജീവിതത്തിലെ അമ്മയുമായുള്ള ബന്ധത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം അമ്മയും മകനും തമ്മിലുള്ള ബോണ്ട് അത്രയ്ക്ക് ഡീപ്പായിരുന്നു. കാരണം ലാലേട്ടന്റെ ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ കരിയർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലെപ്പോഴും അമ്മയുടെ അനുഗ്രഹം അദ്ദേഹം തേടിയിട്ടുണ്ട്. ഈ ഒരു എൻറ്റയർ അദ്ദേഹത്തിന്റെ ഒരു കരിയർ ജേണിയിൽ ലോകത്തിന്റെ മുന്നിൽ മോഹൻലാൽ ഒരു സിനിമാറ്റിക് ലെജൻഡ് ആണെങ്കിലും അമ്മയുടെ അടുത്ത് അദ്ദേഹം എന്നൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മകൻ തന്നെയാണ്. പിന്നെ ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് അമ്മയ്ക്ക് ഓരോ ഹെൽത്ത് ചാലഞ്ചസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ തന്നെ അമ്മയുടെ കൂടെ ഒരു കെയർ ടേക്കർ പോലെ തന്നെ ഒരു മകന്റെ റോൾ അദ്ദേഹം നിർവഹിച്ചുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമ്മൾ കേട്ടത്. ശരി, വളരെയധികം നന്ദി ശ്രീ മിഥുൻ വിജയകുമാർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.